അസ്സലാമു അലൈക്കും. പ്രിയപ്പെട്ട അഞ്ചാം ക്ലാസ്സിലെ വിദ്യാർത്ഥിനികളെ രക്ഷിതാക്കളെ, നമുക്കെല്ലാവർക്കും ലിസാനിൽ പ്രയാസമുള്ള ഒരു ഭാഗമാണ് സറഫാക്കുക എന്നുള്ളത് അല്ലേ? ഒരു പ്രയാസമില്ല, വളരെ സിമ്പിളാണ്. ഇൻഷാ അള്ളാ ഈ വീഡിയോ കഴിയുന്നതോട് കൂടെ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് ഇത്ര ഉള്ളൂ നിങ്ങൾ ചോദിക്കും. നമുക്ക് വീഡിയോക്ക് പോവല്ലേ? ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഫിയോയില് രണ്ട് വിധമാണ്. ഒന്ന് മാദി, ഒന്ന് മുളാരി. ഇത് രണ്ടുമാണല്ലോ ഇപ്പൊ നമുക്ക് അഞ്ചാം ക്ലാസ്സിൽ പഠിക്കാനുള്ളത്. അത് മാത്രം മനസ്സിലാക്കി വെക്കുക. ഇനി ആ ഫീലുകൾ രണ്ടാക്കുന്നുണ്ട്. മുദക്കറ് മുഅന്നസ്. ആണാണെന്നുണ്ടെങ്കിൽ എന്താണ്? മുദക്കറാണ്. പെണ്ണാണെന്നുണ്ടെങ്കിൽ എന്താണ്? മുഅന്നസാണ്. അത് മുദക്കറ് വായിബാവട്ടെ ഹാദിറാവട്ടെ, മുഅന്നസ് വായിബാവട്ടെ ഹാദിറാവട്ടെ. അതായത് മുഹാത്തബ് ഉണ്ടല്ലോ, അതിലേതാ ചാവട്ടെട്ടോ, ഒന്നും കുഴപ്പമില്ല. അത്ര മനസ്സിലാക്കി വെച്ചാൽ മതി. അതായത് ഫീല് രണ്ട് വിധമാണ്, മാദി മുദാരി. പിന്നെ ആണുങ്ങളാവുമ്പോ എന്താണ്? മുദക്കറാണ്. അപ്പൊ മുദക്കർ എന്ന് പറഞ്ഞാൽ ആണുങ്ങളാണ്, മുഅന്നസ് എന്ന് പറഞ്ഞാല് പെണ്ണുങ്ങളാണെന്ന് മനസ്സിലാക്കിക്കുക. ഇനി നമ്മുടെ സ്ക്രീനിൽ കാണുന്ന ചിത്രത്തിലേക്ക് നോക്കുക. അഥവാ നമ്മുടെ വലത് കൈയിനെ നമ്മൾ മുദക്കറായിട്ട് ആദ്യം തന്നെ കണക്കാക്കുക. മുദക്കറിൽ ഏത് വന്നാലും നമ്മുടെ വലത് കൈയാണ്. അതുപോലെ മുഅന്നസിൽ ഏത് വന്നാലും നമ്മൾ ഇടത് കൈയാണെന്ന് നമ്മൾ ആദ്യം തന്നെ ഉറപ്പിക്കുക നമ്മുടെ മനസ്സിൽ. ആ രൂപത്തിൽ തന്നെ പഠിക്കുക. വളരെ സിമ്പിൾ ആയിട്ട് പഠിക്കാനാണല്ലോ. എന്നിട്ട് ചിത്രത്തിൽ കാണുന്ന രൂപത്തിൽ നമ്മുടെ വിരലിന് പിടിക്കുക. 1, 2, 3 എന്നുള്ള രൂപത്തിൽ. എന്നിട്ട് സർഫാക്കുക. ഫഅല ഫഅല ഫഅലു. അഥവാ ഒരു വിരൽ പൊന്തിക്കുമ്പോൾ മുഫ്രദ്. ഫഅല മുഫ്രദായിട്ടാണ് വരിക ട്ടോ. അപ്പൊ എന്താ അർത്ഥം വെക്കുക? അവനൊരു പുരുഷനും പ്രവർത്തിച്ചു, അതാണ് ഒരു വിരല്. ഈ രണ്ട് വിരൽ പൊന്തിച്ചുമ്പോ എന്താ വരിക? ഫഅല ഫഅല എന്ന് പറയുമ്പോൾ രണ്ടാമത്തെ വിരല് പൊന്തുക. അതാണ് മുസന്ന. അതായത് അവർ രണ്ട് പുരുഷന്മാർ പ്രവർത്തിച്ചു. ഈ ഫഅലു എന്ന് പറയുമ്പോ മൂന്നാമത്തെ വിരലും പൊന്തി. അപ്പൊ എന്താ അർത്ഥം വരിക? അതാണ് ജംഅ്. അപ്പൊ അർത്ഥം വരും എന്താണ്? അവർ കുറെ പുരുഷന്മാർ പ്രവർത്തിച്ചു. അപ്പൊ നോക്കി നമ്മളെ വലത്തെ കൈ ചിത്രത്തിൽ കാണുന്ന രൂപത്തിൽ പിടിക്കുക. സർഫാക്ക. ഫഅല ഫഅല ഫഅലു. ഫഅല എന്ന് പറയുമ്പോൾ ഏത് വരല പൊന്തിക്കണേ? അഥവാ തള്ളാൻ വരലതാണ് എപ്പോഴും മുഫ്രദായിട്ട് വരും കേട്ടോ. രണ്ടാമത്തേത് മുസന്ന, മൂന്നാമത്തേത് ജമ്മ്. അതിൽ എപ്പോഴും മാറ്റം ഉണ്ടാവില്ല. അത് അങ്ങനെ തന്നെ കാരം. അത് ആദ്യം മനസ്സിലാക്കി വെക്കുക. ഫഅല ഫഅല ഫഅലു. മുഫ്രദ് മുസന്ന ജംഅ്. മുഫ്രദ് പറയുമ്പോ എത്ര വരല പൊന്തിക്കണം? അതാണ് അതിന്റെ അർത്ഥം വരിക, ഒരു പുരുഷൻ എന്നുള്ളത്. മുസന്ന പറയുമ്പോ എത്ര വരലാണ്? രണ്ട് വരല. അപ്പോ രണ്ട് പുരുഷന്മാര്. ജം പറയുമ്പോ മൂന്നാമത്തെ വരല. അപ്പോ കുറെ പുരുഷന്മാര്. ഓക്കെ, ഇനി അടുത്ത ചിത്രം നോക്കി. അടുത്തത് നമ്മളെ ഇടത്തെ കൈ എടുക്കുക. അതും ചിത്രത്തിൽ കാണുന്ന രൂപത്തിൽ പിടിക്കുക. 4, 5, 6 ബാക്കി സർഫാക്കുക. ഫഅല ഫഅല ഫഅലു എന്ന് നമ്മൾ സർഫായി കഴിഞ്ഞു. ബാക്കി എന്താണ്? ഫഅലത്ത് ഫഅലത്ത ഫഅൽന. 4, 5, 6 പൊന്തിയല്ലോ എല്ലാരെ വിരലുകളും. ഇപ്പൊ ഫഅലത്ത് എന്ന് പറയുമ്പോൾ മുഫ്രദാണ്, അതാണ് ഒന്ന് പൊന്തിയത്. ഫഅലത്ത എന്ന് പറയുമ്പോൾ രണ്ടെണ്ണാണ്, അപ്പൊ രണ്ട് വിരല് പൊന്തിയല്ലോ. ഫഅൽന പറയുമ്പോൾ ജം ആണ്, മൂന്ന് വിരല് പൊന്തി. നേരത്തെ പറയപ്പെട്ടതുപോലെ ഫഅലത്ത് എന്ന് പറയുമ്പോൾ ഇടത്തെ കൈ ആകുമ്പോ എന്താണ്? മുഅന്നസ് ആണ്. മുഅന്നസ് പറഞ്ഞാല് പെണ്ണാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇടത്തെ കൈ എടുത്തതെന്ന് മനസ്സിലാക്കുക. അപ്പൊ ഫഅലത്ത് എന്ന് പറയുമ്പോൾ അവളൊരു സ്ത്രീ, നീ അല്ലെ, അവളൊരു സ്ത്രീ പ്രവർത്തിച്ചു. ഫഅൽത അവൾ രണ്ട് സ്ത്രീകൾ എന്തായി? പ്രവർത്തിച്ചു. ഫഅൽന എത്ര? മൂന്നാമത്തെ വിരലും പൊന്തി അല്ലേ. അപ്പൊ എന്താണ്? അവർ കുറെ സ്ത്രീകൾ എന്തായി? പ്രവർത്തിച്ചു. ഈ രൂപത്തിൽ വളരെ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കുക. അപ്പൊ മുദക്കർ പറയുമ്പോ വലത് കൈ എടുക്കുക. ഫഅല ഫഅല ഫഅലു. പിന്നെ മുഅന്നസ് ആണ് വരാണ്ട്. ഫഅലത്ത് ഫഅലത്ത ഫഅൽന. ആ നമ്പർ നമ്മൾ മനസ്സിലാക്കി വെച്ചാൽ മതി. അഥവാ 1, 2, 3 എപ്പോഴും എന്തേക്കാരം? മുദക്കറേക്കാരം. 4, 5, 6 എപ്പോഴും മുഅന്നസേക്കാരം. ഇനി അടുത്ത വരുന്നുണ്ടല്ലോ അല്ലെ, 7, 8, 9 എന്താണ്? അതുപോലെ തന്നെ എപ്പോഴും മുദക്കറേക്കാരം. 9, 10, 11 അതുപോലെ എപ്പോഴും മുഅന്നസേക്കാരം. മനസ്സിലാക്കുക. 12 വരെ ട്ടാ. ഇനി അടുത്ത ചിത്രം നോക്കി. മുദക്കറായി വീണ്ടും. മുദക്കർ ഹാദിർ. പുസ്തകത്തിലൊക്കെ കാണാം മുഖാത്തബ് എന്നല്ലേ. അതാണ് മുദക്കർ ഹാദിർ. നേരത്തെ പറയപ്പെട്ടതുപോലെ തന്നെ ഫഅൽത ഫഅൽതുമ ഫഅൽതും. വീണ്ടും സർഫാക്കി വെക്കാം നമ്മളെ വലത് കയ്യുമ്പോ തന്നെ. ഫഅൽത എന്ന് പറയുമ്പോ എന്താണ്? നമ്മളെ തള്ളാൻ പൊന്തിന്, അതെന്താണ്? മുഫ്രദാണ്. ഫഅൽതുമ എന്ന് പറയുമ്പോൾ മുസന്നാണ്. ഫഅൽത്തു എന്ന് പറയുമ്പോൾ ജം ആണ്. ഈ 7, 8, 9 വരുമ്പോ അതിന്റെ അർത്ഥം എന്താണ്? നീ എന്നാണ് വരട്ടോ. നീ ഒരു പുരുഷൻ പ്രവർത്തിച്ചു. ഫഅൽതുമ നിങ്ങൾ രണ്ട് പുരുഷന്മാർ പ്രവർത്തിച്ചു. ഫഅൽതും നിങ്ങൾ കുറെ പുരുഷന്മാർ പ്രവർത്തിച്ചു. ആ രൂപത്തിലാണ് 7, 8, 9 വരുമ്പോ നീ എന്നാണ് അർത്ഥം വരിക. അവിടെ എന്താവൂല? അവൻ എന്ന് വരില്ല കേട്ടോ, നീ എന്നാണ് വരിക എന്ന് മനസ്സിലാക്കുക. അതുകൊണ്ടാണ് അതിന്റെ അവസാനത്തിൽ താ ഉണ്ടെങ്കിൽ നീയാണ് അർത്ഥം വരിക എന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. ഓക്കെ, ഇനി അടുത്ത ചിത്രം നോക്കി നിങ്ങള്. എന്താ വരുന്നത്? മുഅന്നസ് ഹാദിർ. മുഅന്നസ് ഹാദിർ ആണ് അടുത്ത ചിത്രം. അപ്പൊ എന്തായി? മുഅന്നസ് ഹാദിർ എന്നല്ല പറഞ്ഞേ. അപ്പൊ മുഅന്നസ് ഹാദിർ ആകുമ്പോ മുഅന്നസ് വന്നാൽ ഇടത്തെ കൈ എടുക്കുക. 10, 11, 12 നേരത്തെ പിടിച്ചതുപോലെ തന്നെ മൂന്ന് വിരലെടുക്കുക. ഫഅൽതി ഫഅൽതുമ ഫഅൽതുന്ന. ഫഅൽതി എന്ന എന്താ അർത്ഥം? നീ ഒരു സ്ത്രീ. താ വന്നാ നീ അർത്ഥം വരിക എന്ന് പറഞ്ഞു. അപ്പൊ നീ ഒരു സ്ത്രീ എന്തായി? പ്രവർത്തിച്ചു.
ഫഅൽതുമ നിങ്ങൾ 2 സ്ത്രീകൾ പ്രവർത്തിച്ചു. ഫഅൽതുന്ന നിങ്ങൾ കുറെ സ്ത്രീകൾ എന്തായി പ്രവർത്തിച്ചു. ഈ രൂപത്തിൽ പഠിച്ചാൽ നമുക്ക് ഇതൊരു റിസ്കും ഇല്ല, വളരെ സുഖാണ്. ഇനി അടുത്ത ചിത്രം നോക്കി നിങ്ങള്. അതെ, എന്താണ് ഒറ്റ ചിത്രമുള്ളൂ അല്ലേ കാണിക്കണത്. നല്ല സുഖാണ്. അതാണ് വഹദാൻ മുത്തക്കല്ലിമ് അഥവാ മുഫ്രദ് മുത്തക്കല്ലിമ് എന്നൊക്കെ കാണാം. വഹദാൻ മുത്തക്കല്ലിമ് ഒരൊറ്റ വിരലല്ല പൊന്തിക്കണം, അതായത് ഒരാളെ കുറിച്ച് മാത്രമാണ് പറയാം. ഇപ്പൊ ഫഅൽതു അവിടെ ഇനി അവിടെ മാത്രം സർഫാക്കുമ്പോൾ ഒമ്മാണ് വരും. ഫഅൽതൂന്ന് സർഫാക്കി ഒക്കെ കിട്ടും കേട്ടോ. അപ്പൊ ഞാൻ പ്രവർത്തിച്ചു എന്ന് അർത്ഥം വരുന്ന മുഫ്രദ് മുത്തക്കല്ലിമ് ആകുമ്പോൾ ഫഅൽതു എന്നാണ് അർത്ഥം വരിക. അടുത്ത ചിത്രത്തിൽ 5 വിരലുണ്ട് അല്ലേ, ഒരു വിരലാണോ? അല്ല, നമ്മുടെ കയ്യിന്റെ 5 വിരലുണ്ട്. അതാണ് ഫഅൽന. ഞങ്ങൾ പ്രവർത്തിച്ചു എന്നാണ് അതുകൊണ്ട് സൂചിപ്പിക്കണേ. ആണാവട്ടെ പെണ്ണാവട്ടെ ആരായാലും ശരി, ഞങ്ങൾ പ്രവർത്തിച്ചു, ഒരു കൂട്ടം ആൾക്കാർ പ്രവർത്തിക്കുമ്പോൾ പറയണതാണ് ഫഅൽന ഞങ്ങൾ പ്രവർത്തിച്ചു. അതുപോലെ ഞാൻ ഒറ്റയ്ക്ക് പ്രവർത്തിക്കുമ്പോൾ അത് ആണാവട്ടെ പെണ്ണാവട്ടെ അപ്പൊ പറയുന്നതാണ് എന്ത് ഫഅൽതു എന്നുള്ളത്. ഈ ഒരു കൂട്ടം പ്രവർത്തിക്കണ ഫഅൽന എന്നുള്ളതിന് പറയുന്ന പേരാണ് ജംഉ മുത്തക്കല്ലിം. അപ്പൊ ഈ രൂപത്തിൽ ആദ്യം സർഫാക്കാൻ പഠിച്ചാൽ പിന്നെ നമുക്ക് വല്ല റിസ്ക് ഉണ്ടോ? പരീക്ഷയ്ക്ക് ഏത് എഴുതാന്ന് ചോദിച്ചാൽ നമുക്ക് നമ്മളെ വിരലുമ്പോൾ സർഫാക്കിയാൽ നമുക്കറിയാം മുഫ്രദാണോ മുസന്നയാണോ മുദക്കറാണോ മുഅന്നസാന്നൊക്കെ മനസ്സിലാക്കാൻ സുഖല്ലേ. അതുപോലെ തന്നെയാണ് മുളാരിയും. ഇപ്പൊ ഫഅല ഫഅല ഫഅലു ഫഅലത്ത് ഫഅൽത ഫഅൽന സർഫാക്കിയതുപോലെ തന്നെ യഫ്അലു യഫ്അലാനി യഫ്അലൂന എന്ന് വലത് കയ്യുമേം ഇടത് കയ്യുമ തഫ്അലു തഫ്അലാനി യഫ്അൽന ആ രൂപത്തിൽ സർഫാക്കിയാൽ നമുക്ക് എന്താവും? വളരെ സുഖമായിട്ട് ഫീലും മുളാരിയും മനസ്സിലാക്കാൻ പറ്റും. ഇത് മാത്രം പഠിച്ചാൽ മതി. ഇതേ പാറ്റേൺ തന്നെയാണ്, ഇതേ രൂപത്തിൽ തന്നെയാണ് ഫീലും മുളാരിയും വരുന്നത്. അതിന് തഫ്അലു തഫ്അലാനി തഫ്അലൂന തഫ്അലീന തഫ്അലാനി തഫ്അൽന അഫ്അലു നഫ്അലു എന്നുള്ള രൂപത്തില് നമ്മൾ സർഫാക്കി നോക്കുക. എന്നിട്ട് നമ്മളെ വിരലുമ്പോൾ നമ്മൾ ഇങ്ങനെ സർഫാക്കി നോക്കുക, അപ്പൊ മനസ്സിലാവും. അതുപോലെ ഓരോ വിരലും നമ്മൾ മനസ്സിലാക്കണം മുഫ്രദ് ഏതാണ് മുദക്കർ ഏതാണ് മുഅന്നസ് ഏതാണെന്ന്. അതുപോലെ 1 2 3 വരുമ്പോ ഏതാണ് മുദക്കർ വായിബാണ്. അതുപോലെ 7 8 9 വരുമ്പോ മുദക്കർ ഹാദിറാണ്. അതുപോലെ മുഅന്നസ് ആകുമ്പോ 4 5 6 വരുമ്പോ മുഅന്നസ് വായിബാണ്. 10 11 12 വരുമ്പോ മുഅന്നസ് ഹാദിറാന്ന് മനസ്സിലാക്കി വെക്കുക. അതുപോലെ തർണാവരിലെ മുഫ്രദാണ്, രണ്ടാമത്തെ വരിലെ മുസന്ന, മൂന്നാമത്തെ ജംഅ്. ആ രൂപത്തിൽ അതിന്റെ അർത്ഥം മനസ്സിലാക്കി വെക്കുക. മുഫ്രദാകുമ്പോ ഒരാൾ എന്നാണ് അർത്ഥം വരിക, ഒരാൾ പ്രവർത്തിച്ചു, അവനൊരു പുരുഷൻ പ്രവർത്തിച്ചു എന്നുള്ള രൂപത്തില്. ഇനി കത്തബ എന്ന് പറയുമ്പോ എന്താ വരിക? അവനൊരു പുരുഷൻ വായിച്ചു. കറ എന്ന് പറയുമ്പോൾ അവനൊരു പുരുഷൻ എന്തായി? ഓതി. ആ രൂപത്തിൽ കത്തബ അവനൊരു പുരുഷൻ എഴുതി എന്നാട്ടോ. ആ രൂപത്തില് സർഫാക്കി അതിന്റെ അർത്ഥം ഇങ്ങനെ നമുക്ക് നോക്കാൻ പറ്റും. നിജം എന്നുള്ള വിരൽ നമുക്ക് അർത്ഥം വരുമ്പോൾ അവർ കുറെ പേരെന്തായി വായിച്ചു എഴുതി എന്നുള്ള രൂപത്തിലാവും അർത്ഥം. ആ രൂപത്തിൽ നോക്കുക. ഇതിന് ജസ്റ്റ് ഫീല മുലാരിന്റെ എന്തായിട്ടുണ്ട് ഫുള്ള് കൊടുത്തിട്ടുണ്ട് എങ്ങനെ വരിക എന്നുള്ളത്. അത് നമുക്ക് ഒന്നും കൂടെ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാൻ അതിന്റെ അവസാനത്തേക്ക് നോക്കിയാൽ മതി കേട്ടോ. മുസന്ന മുഫ്രദ് മുഅന്നസ് ഹാദിർ, മുസന്ന മുഅന്നസ് ഹാദിർ, ജംഉ മുഅന്നസ് ഹാദിർ. ആ രൂപത്തിൽ ഇങ്ങനെ അവസാനത്തേക്ക് നോക്കിയാൽ നമുക്ക് തിരിയും. മുഫ്രദ് മുത്തക്കല്ലിമ് ജംഉ മുത്തക്കല്ലിമ് ആ രൂപത്തിൽ നോക്കിയാൽ നമുക്ക് വളരെ സിമ്പിൾ ആണ്. നമുക്ക് കഴിഞ്ഞ വർഷങ്ങളിൽ വന്ന കുറച്ച് ക്വസ്റ്റ്യൻസും കൂടെ നോക്കിയിട്ട് നിർത്താട്ടോ. അപ്പൊ നോക്കുക എന്താ ക്വസ്റ്റ്യൻ വന്നിക്കണം നോക്കി. നക്തുബുൽ മുസന്ന വൽ ജംഇ ലിൽ അഫ്ആലിലാത്തിയ. താഴെയുള്ള ഫീലുകളുടെ മുസന്നിൻ ജം എഴുതാനാണ്. അപ്പൊ നമ്മൾ പഠിച്ചതനുസരിച്ച് സുഖാണല്ലേ. അവിടെ ദറസാന്ന് തന്നിക്കണു. അപ്പൊ നമ്മളെ വിരലെടുക്കുക. മുഫ്രദ് മുസന്ന ജം പറഞ്ഞ ആദ്യത്തെ 3 വിരലാണല്ലോ. ഒന്നാമത്തെ മുഫ്രദ്, രണ്ടാമത്തെ മുസന്ന, മൂന്നാമത്തെ ജം. അപ്പൊ ദറസ എടുക്കുക. അതിന്റെ മുസന്ന എന്താ വരിക? ദറസ, ജം ദറസു. അതുപോലെ നസറ നസറ നസറു, ഫതഹ ഫതഹ ഫതഹു, നാമ നാമ നാമു. നമ്മൾ ഓരോ വിരലുമേയും സർഫാക്കി നോക്കി നമുക്ക് എന്താവും മനസ്സിലാക്കാൻ പറ്റും. വളരെ സിമ്പിൾ ആയിട്ട് ഒരു പ്രയാസം ഇല്ലാത്ത കാര്യാട്ടോ. നോക്കി നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടിയ ആൻസർ കറക്റ്റ് ആണോ നമുക്ക് സ്ക്രീനിൽ നോക്കിയാൽ മനസ്സിലാവും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ഉത്തരം എഴുതാനാണ്. മുസന്ന കറാത്ത് എന്നുള്ളതിന്റെ മുസന്ന എഴുതാന്. അത് നമ്മളോട് മുദക്കറാണോ മുഅന്നസാണോ ഒന്നും പറഞ്ഞിട്ടില്ല, നേരെ മുസന്ന എഴുതാനാണ്. അപ്പൊ ഫസ്റ്റ് തന്നെ എഴുതണ്ടേ. അപ്പൊ കറ ഏതാ വരിക? കറ എന്നാണ് മുസന്ന എന്ന് വരിക. അതുപോലെ ജലസന്റെ ജം എഴുതാൻ വന്നാല് ജലസ ജലസ ജലസു അതല്ലേ ജം വരിക. അപ്പൊ ജലസു എന്ന് എഴുതുക. അതുപോലെ യദ്ഹബൂന എന്നുള്ളതിന്റെ മുഫ്രദ് എഴുതാൻ വരുമ്പോ എന്താ വരിക? യദ്ഹബു. മുസന്ന എൽ അബു എന്നുള്ളതിന്റെ മുസന്ന എഴുതാൻ വന്നാല് എൽ അബു എൽ അബാനി. ഏതാണ്? എൽ അബാനി. സർഫാക്കി നോക്കിയാൽ മതി. നമ്മളെ വിരലനുസരിച്ച് സർഫാക്കി നോക്കിയാല് വളരെ സിമ്പിൾ ആയിക്കാരം കേട്ടോ. അതുപോലെ യഹ്റുജു എന്നുള്ളതിന്റെ ജം എഴുതാന് മുദാരിയായ ഫീൽ സർഫാക്കി വെക്കാം. യഹ്റുജു യഹ്റുജാനി യഹ്റുജൂന. എന്താ വരിക? യഹ്റുജൂന. നമ്മൾ വിരലുകൾ ഉപയോഗപ്പെടുത്തി നമ്മള് സർഫാക്കി നോക്കിയാൽ വളരെ സിമ്പിൾ ആയിട്ട് മനസ്സിലാവും കേട്ടോ. ക്ലാസ് ഉപകാരപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും അർഹമായ വിജയം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.